നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഇന്ന് 9ാം ഉത്സവമാണ്, ശാസ്താവിൻ്റെ അമ്പലമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ ചെറിയൊരു കാർണിവൽ സെറ്റപ്പ്, ചെറിയൊരു 4-5 റൈഡൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു സെറ്റപ്പ് പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ സെറ്റ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരൊക്കെ ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് പിള്ളേരെയൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന ഉടനെ തന്നെ നമ്മുടെ പൂച്ച മീൻകടയുടെ മുമ്പിൽ ചുറ്റും ഇരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഐസ്ക്രീം ഷോപ്പിൻ്റെ മുമ്പിൽ എല്ലാവരും കൂടെ അണിനിരന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ 2 മക്കളുണ്ട്, അതുപോലെ തന്നെ ചേട്ടൻ്റെ 3 മക്കൾ, പിന്നെ ഇത് എൻ്റെ കുട്ടിയാണ്, പെങ്ങളുടെ കുട്ടിയും പെങ്ങളുമാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ വൈഫുണ്ട്, ചേട്ടത്തിയുണ്ട്. ഞങ്ങൾ ഇത്രയും പേര് കൂടിയിട്ടാണ് ജസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പിള്ളേരെല്ലാം ഐസ്ക്രീം കഴിക്കുന്ന ആ ഒരു തിരക്കിലാണ്. ഈ കഴിക്കുന്നത് എൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാർണിവലിൽ ഒരുപാട് റൈഡുകളൊന്നുമില്ല, വളരെ ചെറിയൊരു സെറ്റപ്പാണ്. കാര്യം ഇവിടെ സ്ഥലപരിമിതിയുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മളൊരു മിക്കി മൗസിൻ്റെ ഒരു റൈഡാണ്, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളി ഇതുള്ളതാണ്. പിന്നെ അടുത്തത് ട്രെയിനുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വള്ളം, ഇതിനകത്ത് ആടുന്ന വള്ളമുണ്ട്. അതുകൂടെ തന്നെ നമ്മുടെ സ്കൈ വീല്, നമ്മുടെ ആകാശത്തൊട്ടിൽ ഉണ്ട്. പിന്നെ അപ്പുറത്ത് ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞൊരു ഐറ്റം കൂടെ അപ്പുറത്തുണ്ട്, അത് അപ്പുറത്ത് മാറിയിട്ടാണ്. അപ്പോൾ ഇത്ര ഐറ്റംസേ ഉള്ളൂ. പിന്നെ കുറച്ച് സ്റ്റോൾസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഐസ്ക്രീമൊക്കെ ഏതാണ്ട് കഴിച്ചു തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് മക്കൾ എന്താണ് കയറേണ്ടതെന്ന് അവരുടെ അഭിപ്രായം ചോദിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ പിള്ളേർ സെറ്റിൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ മിക്കി മൗസിൽ അവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്ക് 4 പേരെ കയറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം ബാക്കിയുള്ളവർ കയറിയാൽ ചിലപ്പോൾ എന്തെങ്കിലും പരിക്ക് പറ്റിയാലെന്ന് വെച്ചിട്ട് പെങ്ങളുടെ മോനെയും അതുപോലെ തന്നെ ചേട്ടൻ്റെ ഇളയ മോനെയും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി 4 പേരെ നമുക്ക് എന്തായാലും ഇതിനകത്ത് കയറ്റാം. അപ്പോൾ വെയിറ്റ് ചെയ്യാണ്, പിള്ളേർ നല്ല എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും പെങ്ങളും അതുപോലെ തന്നെ ചേട്ടത്തി, എൻ്റെ വൈഫ്, ബാക്കി 2 കുട്ടികളെയും കൊണ്ട് അവർ ട്രെയിന് കയറാനായിട്ട് എന്തായാലും പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള റൈഡ്സൊക്കെ കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാർ, കുട്ടികൾക്കുള്ള അല്ലെങ്കിൽ ആളുകൾക്കുള്ള റൈഡുകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ 2 റൈഡുകളാണ് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട്, കുട്ടികൾക്ക് കംഫർട്ടായിട്ടുള്ള റൈഡായിട്ട് എനിക്ക് തോന്നി. പൊന്നോ, ഒരു രക്ഷയില്ല, ആളെ വലിഞ്ഞ് കയറുന്നുണ്ട്. അതിനകത്ത് എൻ്റെ ഏറ്റവും ഇളയ മോളാണ് കുറച്ച് സ്ട്രഗിളായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അവൾ വലിഞ്ഞ് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ബാക്കി 2 പേരും പുഷ്പം പോലെ കയറി പോകുന്നുണ്ട്. എൻ്റെ ചേട്ടൻ്റെ മക്കളും അതുപോലെ തന്നെ മോനും കുഴപ്പമില്ല. മോള് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. എന്തായാലും മോക്ക് ചെറിയൊരു പേടി കുടുങ്ങിയിട്ടുണ്ട്, എനിക്ക് പേടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഇറക്കി അവളെ, അല്ലെങ്കിൽ ശരിയായില്ല. എന്തായാലും ബാക്കിയുള്ളവർ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളവർ ട്രെയിനകത്ത് അവിടെ റൈഡ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സൈഡിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരു 5-6 മിനിറ്റ് എടുക്കും ഒരു പ്ലേ ടൈമിന്. അപ്പോൾ എന്തായാലും നമ്മുടെ റൈഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ട്രെയിനിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിള്ളേരും റൈഡ് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ 2 പേരെയും തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.